അസ്സലാമു അലൈക്കും. ആഗസ്റ്റ് 2 സൺഡേ കുട്ടികൾക്ക് അബാക്കസിൻ്റെ എക്സാം ഉണ്ടായിരുന്നു. അവർ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നുണ്ട്. അതിൻ്റെ തന്നെ ഒരുപാട് ബ്രാഞ്ച് ഉണ്ട് ഇന്ത്യയിൽ തന്നെ. അപ്പോൾ അതിൻ്റെ എക്സാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഓരോരോ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തർ കൊണ്ടുപോയിരിക്കും. ഇതാണ് ഇവരെ മാമ്, ബാനു മാമ്. ഒരുപാട് കുട്ടികളുണ്ട് ഇവരതിൽ തന്നെ. അവിടെ നല്ല അടിപൊളി ട്രെയിനിങ് ആണ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. മാമ ഭയങ്കര ഇതാണ്. അങ്ങനെ ഇപ്പോൾ കുട്ടികളെയൊക്കെ ലൈനിൽ നിർത്തി സ്റ്റിക്കർ ഒട്ടിക്കൽ, പിന്നെ അവർക്ക് ഓരോരോ ബാഡ്ജ് കൊടുക്കൽ. കാരണം കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് യെല്ലോ കളർ ബാഡ്ജൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ബാൻഡ് പോലെ. മാം അതിൻ്റെ ഓരോരോ ഇൻസ്ട്രക്ഷൻസും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഇതുണ്ടായതുകൊണ്ട് തന്നെ ഇതങ്ങനെ സ്ക്രീനിലാണ് കാണാൻ പറ്റുള്ളൂ, ഫ്രണ്ടിലോട്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ കുട്ടികളെങ്ങനെ ഉള്ളിലോട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഒന്നും കൂടി കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് ഉള്ളിലോട്ട് കയറി. അപ്പോൾ പിന്നെ മാം മുന്നോട്ട് ഇവിടെ നിന്ന് കുട്ടികളെ നോക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒന്ന് കയറാനും ഇങ്ങനെ വലിയൊരു എക്സാമിൻ്റെ ഒരു പാട്ടാവാനൊക്കെ പറ്റി. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എക്സാം അതിൻ്റെ അത്. ഇതാണ് ബാനു മാമും. എല്ലാ കാറ്റഗറിയിലുള്ള കുട്ടികളും ഒരുമിച്ചിരുന്ന് എഴുതും. ഓരോരുത്തർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വേറെ വേറെ ആയിരിക്കും. അങ്ങനെ പാരൻസ് ഒന്നും ഇതിൽ വരില്ല കേട്ടോ, അവർക്ക് വേറെ ബാക്കിലായിട്ട് വേറൊരു ഇതുണ്ട്. 3 മിനിറ്റ് ആയിരിക്കും എക്സാം. ഇവർക്ക് ട്രെയിൻ ചെയ്യുമ്പോൾ 2.50 മിനിറ്റിൽ ആണ് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ ട്രെയിൻ ചെയ്യിപ്പിക്കുക. പക്ഷേ ഇവിടെ 3 മിനിറ്റ് കിട്ടും. മിനിമം ട്രെയിനൊക്കെ അവിടെ സെൻറ്ററിലതിന് അവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കുട്ടികളെയൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അത് എക്സാം അവരത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കുട്ടികൾ ചെയ്യുന്ന കാണാനൊക്കെ നല്ല രസമാണ്. പിന്നെ ഇതിൽ 3 പെൻസിൽ കുട്ടികൾ കൊണ്ടുപോകണം. ബാക്കും ഫ്രണ്ടും ഷാർപ്പ് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ. അതായത് പെൻസിൽ ഏതെങ്കിലും കാരണം കൊണ്ട് താഴത്തേക്ക് വീഴുകയാണെങ്കിൽ എടുക്കരുതെന്ന് ആദ്യം തന്നെ പറയും. നെക്സ്റ്റ് പെൻസിൽ യൂസ് ചെയ്യുക. അങ്ങനെ ആ പറഞ്ഞ ടൈമിൽ തന്നെ പെൻസിൽ ഒരു ടേബിൾ വെച്ചിരിക്കണം, അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈ ആവും. ആദ്യമൊന്നും ഇവരൊന്നും അത്ര ഇതൊന്നും സ്മാർട്ടൊന്നും അല്ല, എനിക്ക് കിട്ടുന്നുണ്ടായില്ല. അതായത് 50 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 500 മാർക്ക്, മോർ ദാൻ 300 കിട്ടണം, 300+ കിട്ടണം, എന്നാലേ ചാമ്പ്യൻ കിട്ടുള്ളൂ. അപ്പോൾ ഇത് ലാസ്റ്റ് മന്ത് ജൂലൈയിലൊക്കെ ഒരു ഭയങ്കര ട്രെയിനിങ് ആയിരുന്നു ഇവിടെ. ഡെയിലി വരണം, തിങ്കൾ ടു വ്യാഴം വരെ എല്ലാ ദിവസവും വരണം. ഇവിടുത്തെ ട്രെയിനിങ്ങൊക്കെ നല്ല സൂപ്പറാണ്. അവർ പെർഫെക്റ്റാക്കി എടുത്തത് തന്നെയാണ്. ഓരോരോ കുട്ടികളെയും നല്ല അടിപൊളിയാക്കി എടുക്കുന്നതാണ്. ഇതിൽ ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഐ എം ചാമ്പ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ പുറത്ത് കൊണ്ടുപോകുന്നു. പിന്നെ മാമും അവിടെ നിന്നിട്ടൊക്കെ കുട്ടികളുടെ കൂടെ ഫോട്ടോ എടുത്തു. പാരൻസ് കുട്ടികളൊക്കെ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് അതായത് ഇത് ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു 10:45 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും ഉച്ചയ്ക്ക് ചോറൊക്കെ വീട്ടിൽ നിന്ന് തിന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് വരിക ചെയ്തത്. 2 മണി 2:15 ഞങ്ങളിവിടെ എത്തിയപ്പോൾ. പിന്നെ കുട്ടികൾക്കുള്ള പ്രോഗ്രാമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. ഒരു ആഫ്റ്റർ 5 ശേഷമാണ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക. അതോട് ഞാൻ മാം എവിടെ നോക്കിയിട്ട് അവിടെ കുട്ടികളെ കൊണ്ടിരുത്തിയാൽ മതി, മാം നോക്കുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ വൈകുന്നേരമാണ് പോയത് കേട്ടോ, 7 o'clock. അതുവരെ കുട്ടികൾ അവരുടെ അടുത്തുണ്ടായിരുന്നു. ഇവരുടെ പിന്നെ മധുരയിലുള്ള സെൻറ്റർ ആയതുകൊണ്ട് തന്നെ, മധുരയിൽ തന്നെ ഒരുപാട് സെൻറ്ററുകളുണ്ട്. അതായതുകൊണ്ട് തന്നെ ഇവരെ ലാസ്റ്റ് പ്രൈസിൻ്റെ ഇതിൽ വിളിക്കുകയുള്ളൂ. ഒരുപാട് ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ഇതാണ് കേട്ടോ അവസാനം അവർക്ക് പ്രൈസിൻ്റെ ഇത് കിട്ടിയത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.